നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്ന് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്, സ്കിന്നിന്, ഹെയറിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഉപ്പിലിട്ടത് പരിചയപ്പെടാം. ഈ ഉപ്പിലിട്ടതിനൊക്കെ എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പണ്ട് കാലത്തൊന്നും നമുക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പോഷകാഹാരക്കുറവൊന്നും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പം മാങ്ങയുടെ സീസൺ ആകുമ്പോൾ, അല്ലെങ്കിൽ നാരങ്ങ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നെല്ലിക്ക, ഇത് എന്ത് സാധനം, അമ്പഴങ്ങ, എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഉടനെ തന്നെ അത് ഉപ്പിലിടുന്ന ഒരു ശീലമുണ്ട്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഈ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഈ ഉപ്പിലിട്ടത് കൂട്ടി കുടിക്കുന്നത്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗൃഹാതുരത്വം. അപ്പൊ ആ ഒരു രീതിയൊന്നും ഇപ്പൊ നമുക്ക് കാണാനില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ രുചിക്ക് വേണ്ടി മാത്രമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് നെല്ലിക്ക ഉപ്പിലിട്ടതിനെ കുറിച്ച് നമുക്ക് പറയാം. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെയും പിന്നെ അയണിന്റെയും എന്തൊക്കെ ഇല്ലാന്ന് പറയാൻ എല്ലാത്തിന്റെയും വലിയൊരു കലവറയാണ്. ഈ ആ നെല്ലിക്ക കിട്ടുന്ന സമയത്ത് നമ്മളത് വാങ്ങിച്ച് നന്നായിട്ട് കഴുകി അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക. അതിന്റെ ഈർപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് അനുവദിക്കാം. ആദ്യം തന്നെ നെല്ലിക്ക കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കും, ഉണക്കുകയൊക്കെ ചെയ്യണം. ഒട്ടും ഈർപ്പം പാടില്ല. അതൊന്ന് കട്ട് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഒരു ഷെയ്ഡിൽ വെച്ചൊന്ന് ഉണക്കുമ്പോഴത്തേക്ക് അതിന്റെ ഈർപ്പം കുറച്ചൊന്ന് പോകും. അതിനുശേഷം നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം എടുക്കുക. ഒരു ഭരണിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറോ എടുക്കുക. എന്നിട്ട് ഈ നെല്ലിക്ക അതിലേക്ക് ഇടുക. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഉപ്പ് വെള്ളമാക്കുക, വെള്ളത്തിനകത്ത് ഉപ്പിട്ട് ഉപ്പ് വെള്ളം തിളപ്പിച്ചാറിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നെല്ലിക്കകത്തേക്ക് ഉപ്പിലിട്ടിട്ട് അത് അങ്ങനെ തന്നെ ഈ വെള്ളത്തിലേക്ക് ഇടുക. അപ്പൊ ഈ നെല്ലിക്കയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം നമുക്ക് ക്യാപ്സിസിൻ, അതായത് നമ്മുടെ മുളക് രണ്ടായിട്ട് കീറിയിടാം. അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയായിട്ട് ഇടാം. അതിനുവേണ്ടി കാന്താരി മുളക് യൂസ് ചെയ്യാം. അതും ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗറും ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ സാധാരണ വിനാഗിരി ഒഴിക്കുന്ന പോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിക്കാം. അത് നമ്മുടെ ഗട്ടിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് കടുക് ക്രഷ് ചെയ്തിട്ട് അതും ഇടാം. അതും ആന്റി ഓക്സിഡന്റ്സിന്റെ വലിയ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ്. അത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 ദിവസം അങ്ങനെ തന്നെ വെക്കുക. അത് തുറന്നു കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളും ഉണ്ട്.